2 കൊരിന്ത്യർ അതിന്റെ 4-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ആമേൻ. ആ പൗലോസ് വെളിപ്പാട് പ്രാപിച്ച് നമ്മോട് പറയുകയാണ്, യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ഞങ്ങളുടെ ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. അതാ ഞാൻ ആരംഭത്തിൽ പറഞ്ഞു, ഇന്ന് ലോകം വ്യാപകമായി ചില ക്രൈസ്തവ വിഭാഗം എന്ത് ചെയ്യുകയാണ്? യേശുവിന്റെ പീഡാനുഭവങ്ങളെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെ? ഓർമ്മ പുതുക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഒരു വർഷത്തെങ്കിലും ചെയ്യുന്നു, നന്നായിരിക്കട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. നാമോ വഹിക്കുന്നു, ദിനംതോറും വഹിക്കുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ആ അനുഭവത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്? സ്തോത്രം, അല്ലെ? നമ്മൾ ഹല്ലേലൂയ വിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ യേശുക്രിസ്തു നമ്മുടെ ശരീരത്തിൽ യേശുക്രിസ്തുവിന്റെ ജീവൻ വെളിപ്പെടുന്നുണ്ടോ? സ്തോത്രം. ആ വെളിപ്പെടുവാൻ തക്കവണ്ണം യേശുക്രിസ്തുവിന്റെ മരണം നമ്മുടെ ശരീരത്തിൽ വഹിക്കുന്നുണ്ടോ? സ്തോത്രം. അതാണ് പ്രധാനം. സ്തോത്രം. അതുകൊണ്ട് പൗലോസ് 1 കൊരിന്ത്യർ എടുക്കേണ്ട 6-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആകയാൽ ഈ ശരീരം കൊണ്ട് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. സ്തോത്രം. ആകയാൽ ഈ ശരീരം കൊണ്ട് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഏത് ശരീരം കൊണ്ട്? നമ്മുടെ ശരീരത്തിൽ യേശുക്രിസ്തുവിന്റെ ജീവനെ വെളിപ്പെടുത്തുന്ന നമ്മുടെ ശരീരം, യേശുക്രിസ്തുവിന്റെ മരണത്തെ വഹിക്കുന്ന നമ്മുടെ ശരീരത്തിൽ, ക്രിസ്തുവിലായിരിക്കുന്ന നമ്മുടെ ശരീരത്തിൽ, ക്രിസ്തുവിൽ ജീവിക്കുന്ന നമ്മുടെ ശരീരത്തിൽ, യേശുക്രിസ്തുവിന്റെ മന്ദിരമാകുന്ന നമ്മുടെ ശരീരത്തിൽ ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. നമ്മൾ ശരിക്കും നമ്മുടെ ശരീരത്തിന്റെ മഹത്വം നമ്മൾ തിരിച്ചറിയുന്നില്ല. സ്തോത്രം, അല്ലെ? നമ്മുടെ ശരീരത്തിന്റെ മഹത്വം നമ്മൾ തിരിച്ചറിയുന്നില്ല. ഈ ജീവൻ നിന്നു പോകുമ്പോൾ ഇതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. സ്തോത്രം. പക്ഷെ ആ ജീവൻ നിൽക്കുവോളം, ഈ ശരീരത്തിൽ ക്രിസ്തുവിൽ ജീവിക്കുവോളം എന്തുണ്ട്? അതിന്റെ മഹത്വമുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഈ ശരീരം കൊണ്ട് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തും. നാം ക്രിസ്തുവിൽ ജീവിക്കുന്ന കാലത്തോളം ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതാകുന്നു. സ്തോത്രം, ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഇത് നമ്മുടെ കത്തോലിക്ക സഹോദരന്മാരെ ശാന്തമായ നിലയില് ദൈവ സ്നേഹത്തിൽ ഇരുത്തി എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണം. അവര് ഒരു കാലത്ത് നമ്മളും ഇതൊക്കെ അറിയാതെ ആ അന്ധകാരത്തിൽ കടന്നു, അല്ലെ? അന്നും നമ്മൾ എന്ത് ചെയ്തു? ആരംഭകാലങ്ങളിൽ സുവിശേഷമൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ നിഷേധിച്ചുകൊണ്ട്, അല്ലെ, സുവിശേഷം സ്നേഹവാത്സല്യത്തോടെ പറയാൻ വരുമ്പോൾ ആ ദൈവഭൃത്യന്മാരെയൊക്കെ നമ്മൾ പഴിച്ചും ദുഷിച്ചൊക്കെ ഓട്ടിച്ചു വിട്ടവരാ. പക്ഷെ ആ അരിമനാഥന്റെ സ്നേഹം നമ്മെ വിട്ടു പിരിയാതെ ആ നിത്യതയ്ക്ക് വേണ്ടി നമ്മുടെ അമ്മയുടെ ഉരുവത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മെ അറിഞ്ഞ ദൈവം ആ നിത്യതയ്ക്ക് വേണ്ടി നമ്മെ ചേർത്തുകൊള്ളുവാൻ എന്ത് ചെയ്തു? ആ സ്നേഹത്തിൽ നിന്ന് നാം വ്യതിചലിച്ചു പോകുന്തോറും, അവഗണിച്ചു പോകുന്തോറും ആ സ്നേഹം നമ്മുടെ പിന്നാലെ വന്നുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് നാം എല്ലാവരും ഒരു കാലത്തല്ലെങ്കിൽ മറ്റൊരു കാലത്ത് രൂപാന്തരം പ്രാപിച്ച് മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു വന്ന് ജലത്തിൽ കർത്താവിനെ സാക്ഷീകരിച്ച് ആത്മാവിൽ നിറഞ്ഞ് ഇന്ന് ദൈവത്തെ ആരാധിക്കുന്നത് ഒരിക്കൽ നാമും അന്ധകാരത്തിൽ കടന്നപ്പോൾ നിഷേധിച്ചതാണ്. അതുകൊണ്ട് നമ്മുടെ ആ സഹോദരന്മാരെന്ത് ചെയ്യണം? സ്നേഹത്തിൽ, അല്ലെ, ശാന്തമായ രീതിയിൽ, സമാധാനപരമായ രീതിയിൽ അവരെന്ത് ചെയ്യണം? പറഞ്ഞു പഠിപ്പിക്കണം. അവർക്കറിയില്ല. സ്തോത്രം, അല്ല. ഈ പാഠത്തേക്ക് ഈ വചനത്തിന്റെ ആഴമേറിയ അനുഭവത്തിലേക്ക് വരുമ്പോ അതിന്റെ 7 അയലത്ത് പോലും അവർ വന്നിട്ടില്ല, അവരാരും പഠിപ്പിച്ചിട്ടുമില്ല. സ്തോത്രം. നാമൊക്കെ പഠിച്ചതും അത് ഗ്രഹിച്ചതും ഈ കർത്താവിനെ അറിഞ്ഞ് ഇറങ്ങിത്തിരിച്ചത് കൊണ്ട്. അല്ലെങ്കിൽ നാമം എന്ത് ചെയ്യില്ലായിരുന്നു? ഈ വചനത്തിന്റെ വെളിപ്പാട് പ്രാപിച്ച് ആ ആത്മാവിന്റെ പുതുക്കം പ്രാപിച്ച് ഈ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി നാമും ഇന്ന് അതിന്റെ സന്തോഷകരമായ സമാധാനപരമായ ഇത്രത്തോളം പറഞ്ഞ് അറിയിപ്പാൻ കഴിയാത്ത ശ്രേഷ്ഠകരമായ ഈ ജീവിതം നയിപ്പാൻ നാമും ഒരു പക്ഷേ ഇടയായി തീരുകയില്ലായിരുന്നു. അത് തീരാൻ കാരണം കർത്താവ് മാത്രമാണ്. അവന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. സ്തോത്രം.
ഞാൻ കഴിഞ്ഞ നാളിലൊക്കെ ആ കുരിശിന്റെ വഴിയൊക്കെ ഞങ്ങളുടെ മൂതാക്കര പള്ളി ഉണ്ണീശ പള്ളി വഴി പോകുമ്പോൾ ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഈ ചോറ് കൊണ്ട് കൊടുക്കാൻ പോകുന്ന സമയം ഞാനിങ്ങനെ ഓർത്തു, സ്തോത്രം, എന്റെയൊക്കെ നല്ല യൗവനം നല്ല പ്രായമൊക്കെ ഞങ്ങൾ ആ ക്രൂശും ചുമന്ന് ഹല്ലേലൂയ സ്തോത്രം അവിടെ ആ ഒരു വെയിലത്ത് ഹല്ലേലൂയ ഇരുന്ന് ആ ഭക്തിയുടെ നിറവിൽ ഹല്ലേലൂയ ഒന്ന് കത്തോലിക്കിരിക്കും, ആ ഭക്തിയുടെ നിറവിൽ ഹല്ലേലൂയ സ്തോത്രം ഒരു വെയിലത്ത് ഹല്ലേലൂയ മുഴങ്കാൽ മടക്കി ഹല്ലേലൂയ കൈയൊക്കെ ഉയർത്തി ആ കുരിശിന്റെ വഴിയിൽ പങ്കെടുക്കുന്ന അനുഭവങ്ങളൊക്കെ ഓർത്തുപോയി. സ്തോത്രം. ആ ഭക്തിയൊക്കെ ഒരുപക്ഷെ വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ വ്യർത്ഥമായി നിൽക്കുന്നുവെങ്കിലും സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആ അനുഭവത്തിൽ നടന്ന നമ്മെ ഓരോരുത്തരെയും പിൻകാലത്ത് കർത്താവ് എന്ത് ചെയ്തു? തന്റെ മഹത്വമേറിയ ഹല്ലേലൂയ വിളിയ, സ്വർഗത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം ഉന്നതമായ വിളിയ വിളിച്ചു നമ്മെ വേർതിരിച്ച് ഹല്ലേലൂയ ഈ മഹത്വ പ്രത്യാശയുള്ള ഈ നല്ല വിശ്വാസ ജീവിതത്തിലേക്ക് കർത്താവ് കൊണ്ടുവന്നു. ഹല്ലേലൂയ സ്തോത്രം. ഈ വിശ്വാസ ജീവിതത്തെ കുറിച്ച് തമിഴ് പറയുന്നത് എങ്ങനെയെന്ന് അറിയുമോ? എനിക്ക് മലയാളത്തേക്കാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാ തമിഴിൽ എന്നറിയോ പറയുന്നത്? ആവിക്കൂറിയ വാഴ്ക്കൈ. എന്താണ് ആവിക്കൂറിയ വാഴ്ക്കൈ? ആവി എന്ന് പറഞ്ഞാൽ എന്താ? സ്തോത്രം, പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ് വിശ്വാസ ജീവിതം. അതുകൊണ്ടാണ് തമിഴിൽ പറയുന്നത് ആവിക്കൂറിയ വാഴ്ക്കൈ എന്ന്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ഷോർട്ടായിട്ട് ഒരു ബന്ധക്കോസാർ അല്ലെങ്കിൽ വിശ്വാസി എന്ന് പറഞ്ഞു നിർത്തും. സ്തോത്രം, ശരിക്കും പറഞ്ഞാൽ ആത്മാവിലെ ജീവിതമാണ്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ ജീവിതം ആത്മാവിന്റെ ജീവിതമാണ്. അതുകൊണ്ടാണ് തമിഴിൽ അവയെ ആവിക്കൂറിയ വാഴ്ക്കൈ എന്ന് പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഇവിടെ പറയുകയാണ് അപ്പോസ്തലനായ പൗലോസ്, ഹല്ലേലൂയ സ്തോത്രം, ക്രിസ്തുവിന്റെ യേശുക്രിസ്തുവിന്റെ ജീവൻ എവിടെ വെളിപ്പെടണം? നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടണം. നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടണം. സ്തോത്രം. അപ്പൊ അങ്ങനെ നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടണമെങ്കിൽ സ്തോത്രം ഈ ശരീരത്തിന് എന്തുണ്ടാകണം? ഈ ശരീരത്തിൽ എന്തുണ്ടാകണം? സ്തോത്രം. എങ്ങനെ? അതിലേക്ക് വരാം. സ്തോത്രം. ഒരു വാക്യം വായിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. 1 പത്രോസ് 2:24 ഒന്ന് വായിച്ചേ. നാം പാപം സംബന്ധിച്ച് മരിച്ചു. അത് വ്യക്തതയോടെ ഒന്നും കൂടെ ശബ്ദം ഉയർത്തി പറയാം മാമേ. നാം പാപം സംബന്ധിച്ച് മരിച്ചു. നാം പാപം സംബന്ധിച്ച് മരിച്ചിട്ട് നീതിക്കായി ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് ക്രൂശിന്മേലേറി അവന്റെ മുറിവുകളാൽ അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾ സൗഖ്യം വന്നിരിക്കുന്നു. പത്രോസ് പ്രാപിക്കുന്ന വെളിപ്പാടാണ്. അത് ശ്രദ്ധിക്കുക. പാപം സംബന്ധമായി നാം മരിച്ചിട്ട് സ്തോത്രം നീതിക്കായി പിതാവായ ദൈവത്തിന് നീതിക്കായി ജീവിക്കേണ്ടതിന് ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, നമ്മുടെ പാപം സംബന്ധമായ ഈ ശരീരത്തെ അവിടെയാണ് നാം കടന്നു വരേണ്ടത്. സ്തോത്രം. വെള്ളിയാഴ്ച ലോകവ്യാപകമായി ആ ഗുഡ് ഫ്രൈഡേ ദിവസം എന്ത് ആഘോഷിച്ചു? ക്രൂശീകരണം, യേശുവിന്റെ ക്രൂശീകരണം അല്ലെ? ഹല്ലേലൂയ സ്തോത്രം. അത് അനുദിനം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെ? ആ അനുഭവം നമ്മളിൽ ഉണ്ട്. ഹല്ലേലൂയ, യേശുവിന്റെ ക്രൂശീകരണം. ഹല്ലേലൂയ. അപ്പൊ ലോകം എഴുതുന്നു, കർത്താവായ യേശു മാനവരാശിക്ക് വേണ്ടി എന്ത് ചെയ്തു? അറക്കപ്പെട്ടു, തകർക്കപ്പെട്ടു അല്ലെ? ക്രൂശിക്കപ്പെട്ടു. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു ആ മാനവരാശിക്ക് വേണ്ടി തകർക്കപ്പെട്ടതും അതിൽ അറുക്കപ്പെട്ടതും ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ ആ ഈ ഇരു കൈകളിലും ഹല്ലേലൂയ കാലുകളിലൊക്കെ ആണി കൊണ്ട് തറയ്ക്കപ്പെട്ടതും മുൾമുടി ചുമന്നതും ഹല്ലേലൂയ യേശയ്യാ പ്രവാചകന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവനെ കണ്ടാൽ ആളല്ല എന്ന് വിരൂപം തോന്നാതെ മാറും. അവന്റെ ശരീരം മുഴുവനും ഉഴുവുചാല് പോലെ കീറി മുറിച്ചെന്നൊക്കെ വേദപുസ്തകം ആത്മാവിൽ നമ്മെ വെളിപ്പെടുത്തുന്നെങ്കിൽ സ്തോത്രം, ഹല്ലേലൂയ, ഒന്ന് ഓർത്തുകൊള്ളുക. ആ ക്രൂശിൽ മരിക്കുമ്പോൾ യേശു ഒറ്റയ്ക്കല്ല. ഹല്ലേലൂയ സ്തോത്രം. യേശു ഒറ്റയ്ക്കല്ല. എനിക്ക് വേണ്ടി കർത്താവായ യേശു കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ടു എന്ന് ഞാൻ ഏകപക്ഷീയമായി എനിക്ക് പറയാൻ കഴിയത്തില്ല. നിങ്ങൾക്കൊരു കൺഫ്യൂഷനും വേണ്ട. ഞാൻ ആ വചന വെളിച്ചത്തിലേക്ക് വരാം. സ്തോത്രം. ഇവിടെ പത്രോസ് പറയുകയാണ്, പാപം സംബന്ധമായി മരിച്ചിട്ട്, അല്ലെങ്കിൽ ഒന്നും കൂടെ വാക്യം എടുത്ത് വായിച്ചേ. നാം പാപസംബന്ധമായി മരിച്ചു. നിർത്തി വായിക്കണം. പാപസംബന്ധമായി മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ മരിച്ചു. നമുക്ക് അവന്റെ സൗഖ്യം വന്നിരിക്കുന്നു. ഇനി
ഈ ക്രൂശിന്മേൽ കർത്താവ് മരിക്കുന്നതിന് മുമ്പേ സ്തോത്രം നമുക്ക് ചെയ്ത ത്യാഗനിർഭയമായ ഒരു അനുഭവമുണ്ട്. നാം കാണുന്നത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തു എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടു മരിച്ചു, എന്റെ പാപങ്ങൾക്കും ശാപങ്ങളെയൊക്കെ വഹിച്ചുകൊണ്ട് മരിച്ചു, ഇതേ നമുക്കറിയും. സ്തോത്രം. അവിടെ നാം പത്രോസ് വെളിപ്പെടുത്തുന്നത് നമ്മുടെ പാപങ്ങളെ അവൻ ചുമന്നാണ്, അല്ലെ? ആര് ചുമന്നു? യേശു ചുമന്നു. അപ്പോ ഇരുളും വെളിച്ചവും തമ്മിൽ ചേർച്ച ഉണ്ടാകുമോ? ഇല്ല. അപ്പൊ പിന്നെ പാവവും പരിശുദ്ധം തമ്മിൽ എങ്ങനെ ചേരും? എങ്ങനെ ചേരും? കാരണം പാപം അറിയാത്തവൻ, നാം പാപത്തിൽ ജനിച്ചു വളർന്നവർ, പാപത്തിൽ ജീവിക്കുന്നവർ, പാപത്തിൽ മരിച്ചവർ. പാപം അറിയാത്തവൻ യേശു, അവന്റെ ശരീരം പരിശുദ്ധമായ ശരീരം, പവിത്രമായ ശരീരം. സ്തോത്രം. ആ ശരീരത്തിൽ നമ്മുടെ പാപ ശരീരത്തെ യേശു വഹിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധനായ കർത്താവ് തന്റെ പരിശുദ്ധ പരിപാലനമായ പവിത്രമായ ആ ശരീരത്തിൽ പാപമായി ഒരു ബന്ധമില്ലാത്തവൻ, പാപം അറിയാത്തവൻ, അവന്റെ ശരീരത്തിൽ പാപത്തിൽ ജനിച്ചു വളർന്നു പാപത്തിൽ മരിച്ച നമ്മുടെ പാപ ശരീരത്തെ തന്റെ പരിശുദ്ധ ശരീരത്തിൽ വഹിച്ചു. ഇതെങ്ങനെ വഹിക്കാൻ പറ്റും? ഇതെങ്ങനെ വഹിക്കാൻ പറ്റും? സ്തോത്രം. വായിക്കാം ഒരു വേദഭാഗം. 2 കൊരിന്ത്യർ 2 കൊരിന്ത്യർ 2 കൊരിന്ത്യർ 5:21 വായിക്കാം. 5:21 വായിക്കാം. 2 കൊരിന്ത്യർ 5:21. പാപം അറിയാത്തവനെ, നിർത്തി വായിക്കണം അമ്മാമേ. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന്. നിർത്തി വായിക്കണം. നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്. ഒരു മിനിറ്റ് നിർത്തി വായിക്കണം, എല്ലാവർക്കും മനസ്സിലാകണം. ഇവിടെ പത്രോസിന്റെ ലേഖനത്തിൽ നാം വായിച്ചു, 1 പത്രോസ് 2:24 വായിച്ചു, പാപം സംബന്ധമായി മരിച്ചിട്ട് നീതിക്കായി ജീവിക്കേണ്ടതിന് നമ്മുടെ പാപ ശരീരത്തെ തന്റെ പരിശുദ്ധ ശരീരത്തിൽ ആര് വഹിച്ചു? യേശു വഹിച്ചു, അല്ലെ? സ്തോത്രം. അപ്പൊ ആ പരിശുദ്ധ ശരീരത്തിൽ വഹിക്കണമെങ്കിൽ ആ ശരീരം എന്താണ്? സ്തോത്രം. ആ യേശുവിന്റെ ശരീരം എന്താകണം? അതിന് വായിച്ചാട്ടാ ഭാഗം. നാം അവനിൽ ദൈവത്തിന്റെ നീതി നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ആ കൃപ ഇന്ന് വളർത്താതെ മറന്നു കളയരുത്. അപ്പോ യേശു ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പേ നമുക്ക് വേണ്ടി ചെയ്തെന്താ? നമ്മുടെ പാവ ശരീരത്തെ തന്റെ ശരീരത്തിൽ വഹിക്കുവാൻ, ആ പരിശുദ്ധ ശരീരത്തിൽ വഹിക്കുവാൻ അവൻ നമുക്ക് വേണ്ടി പാപമായി. സ്തോത്രം. ഇതുപോലൊരു ദൈവം എവിടെയുള്ളൂ? ഇങ്ങനെ ഒരു വീണ്ടെടുപ്പുകാരൻ. സ്തോത്രം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞങ്ങളുടെ ശരീരത്തിൽ യേശു ക്രിസ്തുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ഞങ്ങളുടെ ശരീരത്തിൽ ഞങ്ങൾ യേശുവിന്റെ മരണം എപ്പോഴും വഹിക്കുന്നു. അതുകൊണ്ട് പൗലോസ് പറയുന്നു 1 കൊരിന്ത്യർ 20 പറയുന്ന, ആകയാൽ ഈ ശരീരം കൊണ്ട് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. സ്തോത്രം. സ്തോത്രം. ഏത് ശരീരമാണ്? നമ്മുടെ പാപ ശരീരത്തെ പരിശുദ്ധനായ കർത്താവ് വഹിച്ചു. അത് വഹിപ്പാൻ തക്കവണ്ണം നമുക്ക് വേണ്ടി അവൻ പാവമായി. ആ നമ്മോടുള്ള കൃപ ഇന്ന് പകൽക്കാലം എന്ത് ചെയ്യരുത്? മറന്നു കളയരുത്. അങ്ങനെ നമ്മുടെ പാപ ശരീരത്തെ വഹിച്ചത് കൊണ്ടാണ് അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം ലഭിച്ചത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പാപ ശരീരത്തെ വഹിച്ചുകൊണ്ടാണ് അവൻ എവിടെ കയറിയത്? ക്രൂശിൽ കയറിയത്. അപ്പൊ ക്രൂശിൽ യേശു മരിക്കുമ്പോൾ നാമും അവനോട് ചേർന്ന് മരിച്ചു. അതുകൊണ്ടാണ് യേശുവിന്റെ ഉയർപ്പിനാൽ നമുക്ക് ഉയർത്തെഴുന്നേൽപ്പ് ലഭിച്ചത്. സ്തോത്രം. ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാണ്, മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ.
വചനം പഠിച്ച് വചനത്തിൽ നിലനിൽക്കുന്നതേ ഫലമുള്ളൂ. വചനം പഠിച്ചു വചനത്തിൽ നിലനിൽക്കുന്നതേ നിത്യതയിലേക്ക് കടന്നു പോവുകയുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് കാണിക്കുന്ന ഭാഗ്യ പ്രകടനങ്ങളും ആത്മീയ കോലാഹലങ്ങളും ഒന്നും കൊണ്ട് എന്റെ എവിടെ പോയി എത്തിച്ചേരുകയില്ല. നിത്യതയിൽ സ്തോത്രം. ഞാൻ ആ വചനമൊക്കെ ശാന്തമായിട്ട് എന്റെ വീട്ടിൽ ഇരുന്ന് വായിച്ചപ്പോ എന്റെ കണ്ണെല്ലാം നിറഞ്ഞു പോയി. എന്റെ കർത്താവേ, അപ്പൊ എനിക്ക് വേണ്ടി ഇത്രത്തോളം ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പേ, എനിക്ക് വേണ്ടി തർക്കപ്പെടുന്നതിന് മുമ്പേ എന്റെ അരിമനാഥൻ എനിക്ക് വേണ്ടി പാപമായി തീർന്നു. പാപമറിയാത്തവൻ പരിശുദ്ധൻ. ആ പരിശുദ്ധ ശരീരത്തിൽ എന്റെ പാപവും വഹിച്ചുകൊണ്ടാണ്, എന്റെ പാപ ശരീരവും വഹിച്ചുകൊണ്ടാണ് കാൽവരി ക്രൂശിന്മേൽ അവൻ നമുക്ക് വേണ്ടി താഴ്ത്തപ്പെട്ടത്. അതുകൊണ്ട് വചനം പറയുന്നു, അവന്റെ അടിപ്പിണരിൽ സ്തോത്രം. അതുകൊണ്ട് പൗലോസ് വെളിപ്പാട് പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്ര, ഈ ശരീരത്തിൽ യേശുക്രിസ്തുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ആ മരണം, ഞങ്ങളുടെ പാപ ശരീരവും വഹിച്ചുകൊണ്ട് മരിച്ച ആ യേശുക്രിസ്തുവിന്റെ മരണത്തെ ഞങ്ങളുടെ ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ആ അനുഭവത്തിലാണ് നാം ഇന്ന് പകൽക്കാലമായിരിക്കേണ്ടത്. ആത്മാവിൽ പുതുക്കത്തിലായിരുന്ന പകൽക്കാലം നാം ജീവിക്കേണ്ടത്. വെറും ഒരു നിത്യതയ്ക്ക് വേണ്ടിയോ, വെറും ഒരു പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന് ഒരു വീണ്ടെടുപ്പിന് വേണ്ടി മാത്രമല്ല കർത്താവ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിന്മേൽ യാഗമായി തീർന്നത്. അവന്റെ ശരീരത്തെ, അവന്റെ മരണത്തെ നമ്മുടെ ശരീരത്തിൽ എപ്പോഴും വഹിക്കാൻ. അതുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചേ. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. ഞാൻ വിശദീകരണമൊന്നും പറയുന്നില്ല, ഞാൻ പെട്ടെന്ന് ഓടിപ്പോവുകയാണ്. സ്തോത്രം. എനിക്ക് തന്ന സമയത്ത് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്. ഒന്നും കൂടെ വായിച്ചേ. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മറ്റ് ശരീരങ്ങളെ ഉയർപ്പിക്കുന്നു. നാളെ കത്തോലിക്കിരുന്ന് രാത്രി കൊണ്ട് എന്ത് ചെയ്യും? ഉയർപ്പിക്കും അല്ലെ? നാളെ ഈസ്റ്റർ ആണ്. ലോകം വ്യാപകമായ യേശുവിന്റെ ഉയർപ്പിനെ ആഘോഷിക്കുമ്പോൾ വേദപുസ്തകം നമുക്ക് ആത്മാവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അവന്റെ ഉയർപ്പിനാൽ നമുക്ക് ഉയർപ്പ് ലഭിച്ചിട്ടുണ്ട്. അവനോടുകൂടെ നാം ഉയർത്തെഴുന്നേറ്റു. അവർ സ്മരിക്കും, ഓർക്കും, നമ്മൾ ഉയർത്തിരിക്കും. ആ അനുഭവത്തിൽ, ആ ആത്മാവിൽ പുതുക്കത്തിൽ നാം ജീവിക്കുകയാണ്. സ്തോത്രം. നമ്മുടെ സഹോദരന്മാർക്ക് അറിയില്ല, അവരെ പറഞ്ഞ് പഠിപ്പിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. നാം അറിയാത്ത ഒരു കാലഘട്ടത്തിലായിരുന്നു. എന്റെ മൂതാക്കരയിൽ പോകുമ്പോൾ എന്റെ സഹോദരന്മാരെ അവിടുത്തെ കത്തോലിക്കർ കാണുമ്പോൾ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. എന്നെ കളിയാക്കിയാൽ പോലും ഞാൻ ചിരിച്ചിരിക്കും. ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഞാൻ ഒരിക്കലും ഇങ്ങനെയായിരുന്നു, ആ അവസ്ഥയിലായിരുന്നു. പക്ഷേ നാം അറിഞ്ഞ ആ സത്യം അവനും അറിഞ്ഞാൽ, ഒരുപക്ഷെ എന്റെ പ്രായത്തിലുള്ള എന്നേക്കാൾ യൗവനക്കാരൻ എന്നെ കളിയാക്കുന്നെങ്കിൽ ഈ സത്യം അവൻ അറിഞ്ഞാൽ എന്നേക്കാൾ ശക്തനാകും. ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് വേണം. നമ്മെ ആട്ടിക്കളയും, നമ്മോട് പിറുപിറുക്കും, നമ്മോട് മുഷിയും, നമ്മെ ചീത്ത വിളിക്കും, നമ്മെ പ്രാകും. സാരമില്ല, സുവിശേഷത്തിന് വേണ്ടി അതെല്ലാം സഹിക്കണം. പിന്നെ അല്ലെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ചതിൽ എന്തെങ്കിലും ഇന്നില്ലെങ്കിൽ നാളെ അവനെ ദൈവം തൊടുന്ന ഒരു സമയമുണ്ട്. അവനെ നിത്യതയ്ക്ക് ഒരുക്കുന്ന ഒരു സമയമുണ്ട്. അവനെ അന്ന് ആത്മാവിൽ ദൈവം അത് ഉണർത്തിക്കൊണ്ടുവരുമ്പോൾ നമ്മേക്കാൾ ശക്തനായിരിക്കും. അതുകൊണ്ട് അവരോട് സ്നേഹത്തിൽ, എത്രയൊക്കെ നമ്മളെ പരിഹസിച്ചാലും നമ്മെ ആട്ടിയിറക്കിയാലും താഴ്മയിലും നമ്മളിൽ വ്യാപരിക്കുന്ന ആ ദൈവ സ്നേഹം കൊണ്ട് എന്ത് ചെയ്യണം? ആ തിന്മയെ നമ്മൾ ജയിക്കണം. സ്തോത്രം.
അപ്പൊ ഇവിടെ അതിലെ അപ്പോസ്തലൻ പൗലോസ് പറയുക, അതുകൊണ്ടാണ് അല്ലെ ഒന്ന് കൊരിന്ത്യർ 6:20 പറഞ്ഞത്, ആകയാൽ ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. അങ്ങനെയാണെങ്കിൽ ഈ ശരീരത്തിൽ ഈ ശരീരത്തിൽ യേശുക്രിസ്തുവിന്റെ ജീവനെ വെളിപ്പെടുത്തണമെങ്കിൽ, ഹല്ലേലൂയ സ്തോത്രം, യേശുവിന്റെ മരണം ഈ ശരീരത്തിൽ എപ്പോഴും വഹിക്കണമെങ്കിൽ ഈ ശരീരം എന്തായി തീരണം? ഒന്നും കൂടെ പറ, ഒന്നും കൂടെ അതിന് മേലെ ഒരു വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 6:19 വാക്യം. 1 കൊരിന്ത്യർ 6:19 വാക്യം. എവിടെയാ? ഏതാ? 1 കൊരിന്ത്യർ 6:19. കള്ളന്മാർ ഏതാ? നിങ്ങൾ ഏതാ? എത്ര വർഷം? 19. ആരാത് വായിക്കുന്നത്? ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നുവെന്ന് അറിയുന്നില്ലയോ? അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ ഈ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടുന്നതിന് അവന്റെ മരണത്തെ ഞങ്ങൾ എപ്പോഴും വഹിക്കുന്നു. അപ്പൊ ഈ ശരീരം ഏതാ? ദൈവത്തിന്റെ മന്ദിരം. ക്രിസ്തുവിൽ ജീവിക്കുന്ന കാലത്തോളം ഈ ശരീരം ദൈവത്തിന്റെ മന്ദിരമാകുന്നു. ആ ബോധം വേണം നമുക്ക്. ഇത് ദൈവത്തിന്റെ മന്ദിരമാണ്. ആമേൻ. എനിക്ക് ബോധിച്ച പോലെ ജീവിക്കാൻ പറ്റത്തില്ല. എനിക്ക് വ്യവസ്ഥയുണ്ട്, എനിക്ക് പ്രമാണമുണ്ട്, എന്നോട് ദൈവം കൽപ്പന തന്നിട്ടുണ്ട്, എനിക്ക് അപ്രകാരമേ ജീവിക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ശരീരം ദൈവത്തിന് വിശുദ്ധ മന്ദിരമാകില്ല. അപ്പൊ പൗലോസ് പറഞ്ഞ വെളിപ്പാടനുസരിച്ച് ഈ ശരീരത്തിൽ യേശുക്രിസ്തുവിന്റെ ജീവൻ വെളിപ്പെട്ട് വരണമെങ്കിൽ, യേശുക്രിസ്തുവിന്റെ മരണത്തെ വഹിക്കണമെങ്കിൽ ഈ ശരീരം 1 കൊരിന്ത്യർ 6:19 വാക്യത്തിൽ നാം വായിച്ച അതിനെ ഗ്രഹിച്ചതുപോലെ ഇത് ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരമാകണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ആകയാൽ ഈ ശരീരം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ശരീരം കൊണ്ട് എങ്ങനെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത്? സ്തോത്രം. നമ്മൾ വായിച്ചു വന്നു. ഞാൻ ശാന്തമായിട്ട് പോവാം. നമ്മുടെ പാപ ശരീരത്തെ കർത്താവ് എങ്ങനെ വഹിച്ചു? തന്റെ പരിശുദ്ധ ശരീരത്തിൽ വഹിച്ചു അല്ലെ? എങ്ങനെ? യേശു കാൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ ഏകനായിട്ടല്ല, പിന്നെയോ സകല മാനവരാശിയുടെ നാം ഉൾപ്പെടെ നമ്മുടെ സകലരുടെയും പാപ ശരീരത്തെ വഹിച്ചുകൊണ്ടാണ് മരിക്കുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ അടിപ്പണരാൽ നമുക്ക് സൗഖ്യം വന്നത്. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഹല്ലേലൂയ, നമ്മുടെ ശരീരത്തിൽ ഹല്ലേലൂയ യേശുക്രിസ്തുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ഹല്ലേലൂയ ആ മരണത്തെ, യേശുക്രിസ്തുവിന്റെ മരണത്തെ ശരീരത്തിൽ എപ്പോഴും വഹിക്കണം. അപ്പൊ അങ്ങനെ നാം പാപം സംബന്ധിച്ച് മരിച്ചിട്ട് പിതാവായ ദൈവത്തിന് നീതിക്കായി ജീവിക്കേണ്ടതിന് നമ്മുടെ പാപ ശരീരത്തെ വഹിപ്പാൻ തക്കവണ്ണം യേശുക്രിസ്തു നമുക്ക് വേണ്ടി ആരായി? പാപമായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പൗലോസ് പറയുകയാണ്, ആകയാൽ ഈ ശരീരം കൊണ്ട് എന്ത് ചെയ്യണം? അപ്പൊ ഈ ശരീരം എന്താണ്? ദൈവത്തിന്റെ മന്ദിരം, വിശുദ്ധ മന്ദിരമാണ്. അപ്പൊ വിശുദ്ധ മന്ദിരമാകുന്ന ഈ ശരീരം കൊണ്ട് എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തണം? പൗലോസ് പറഞ്ഞ, ആകയാൽ ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അപ്പൊ എങ്ങനെ മഹത്വപ്പെടുത്തണം? ശരീരത്തിലെ അവയവങ്ങളെല്ലാം ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, എനിക്ക് അത്രയും വിശദീകരിക്കാൻ സമയമില്ല, എന്റെ സമയം തീരാറ്. ഞാൻ ആ അവസാന ഭാഗം പറഞ്ഞിരിക്കുക. അപ്പോ ഈ ശരീരം കൊണ്ട് എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തണം? നിങ്ങൾക്കെല്ലാം വാക്യം അറിയാം, ആ വാക്യം. സ്തോത്രം. റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചു. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിനെ ഓർപ്പിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി. സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സിനെ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി, ജീവനും വിശുദ്ധിയും ദൈവത്തിന് അപ്പോ വിശുദ്ധ മന്ദിരമാകുന്ന ഈ ശരീരം ക്രിസ്തുവിൽ ജീവിക്കുന്ന കാലത്തോളം എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തണം? ജീവനും വിശുദ്ധിയുമായി അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ആകയാൽ ഈ ശരീരം കൊണ്ട് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തും.
ഈ ശരീരത്തിൽ ക്രിസ്തുവിലാ ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്ത് വെളിപ്പെടണം? യേശുവിന്റെ ജീവൻ യേശുവിന്റെ ജീവൻ ആ യേശുവിന്റെ ജീവൻ വെളിപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? യേശുവിന്റെ മരണത്തെ ശരീരത്തിൽ എപ്പോഴും വഹിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. കാരണം ഇത് അവന്റെ വിശുദ്ധ മന്ദിരമാണ്. നമ്മുടെ ശരീരത്തിൽ ആകയാൽ ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. എങ്ങനെ മഹത്വപ്പെടുത്തണം? ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അവന് സമർപ്പിച്ച ആ ദൈവത്തെ മഹത്വപ്പെടുത്തണം. സ്തോത്രം, ഹല്ലേലൂയ എന്ന ഉയർപ്പിന്റെ ഹല്ലേലൂയ സ്തോത്രം ലോകവ്യാപകമായി ആഘോഷിക്കുമ്പോൾ നമുക്ക് ആത്മാവിൽ ദൈവം നമുക്ക് തന്ന വെളിപ്പാടിൽ വചന വെളിപ്പാടിന് ഹല്ലേലൂയ അനുസരിച്ച് നമ്മുടെ ജീവിതം എന്ത് ചെയ്യാം? ആത്മാവിൽ പുതുക്കം പ്രാപിച്ച് നമുക്ക് ജീവിച്ചു തുടങ്ങാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം തന്ന പ്രിയ കൂട്ടായ്മയിലെ പ്രിയ ദൈവദാസനെയും കുടുംബത്തെ കടന്നു വന്ന ദൈവമക്കൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവനാമത്തിൽ ഇരിക്കുന്നു. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. എനിക്കൊരു കൊച്ചു സഭയും കൂട്ടായ്മയും കൊല്ലം പട്ടണത്തിന്റെ നടുവിൽ പട്ടത്താനി സ്കൂളിന്റെ അടുത്തുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. എനിക്ക് ഒരു മകൻ +1 പഠിക്കുന്നു. ഞങ്ങൾക്കൊരു ഹല്ലേലൂയ സ്തോത്രം അമ്മച്ചിമാരെ നോക്കുന്ന ഒരു പകൽ വീടുമുണ്ട് അവിടെ. ഹല്ലേലൂയ പ്രവർത്തനങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കണോ. ദൈവനാമത്തിൽ ഇരിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കും. ആമേൻ. സ്തോത്രം.